ഹായ് ഫ്രണ്ട്സ്, ട്രബിൾ ഷൂട്ടർ 7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എമർജൻസിയാണ്. G-Passൻ്റെ ഒരു എമർജൻസിയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ G-Passൻ്റെ എമർജൻസി. ഇതിലാണ് എന്താണ് കംപ്ലയിൻ്റ്. ഇതിപ്പോൾ നിലവിൽ ഓൺ ആകുന്നൊന്നുമില്ല, എമർജൻസി ലൈറ്റ് ഓൺ ആവുന്നില്ല. നമുക്ക് കറണ്ടിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇൻഡിക്കേറ്റർ, ചാർജിങ് ഇൻഡിക്കേറ്റർ ഓൺ ആവുന്നുണ്ടോ, ചാർജിങ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. യെസ്, ചാർജിങ് നടക്കുന്നുണ്ട്. ഉണ്ടോ, ചാർജിങ് നടക്കുന്നുണ്ട്. ചാർജിങ് ഓഫ് ചെയ്ത്, ഇതിപ്പോൾ ഓണിലാണുള്ളത്. ഇപ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കിയാൽ ഇല്ല. സെൻറ്റർ ഈ എമർജൻസി ഓൺ ചെയ്തിട്ടുണ്ട്. ചാർജിങ് സ്വിച്ച് ഇങ്ങനെ ഓഫ് ചെയ്ത് ഓണാക്കിയാൽ ഒന്ന് ഓണാകും, അപ്പോൾ തന്നെ ഓഫായി പോകും. ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഇത് നമുക്കിന്ന് അഴിക്കാം. ഇതാണ് നമ്മുടെ എമർജൻസി. ഈ എമർജൻസിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബോർഡിലാണ് കംപ്ലയിൻറ്റ്. ചാർജിങ് ലൈറ്റ്, ചാർജിങ് ഓൺ ആവുന്നുണ്ടോ? ചാർജിങ് ഓൺ ആകുന്നുണ്ട്. ഓഫായി അപ്പം തന്നെ ഇതുണ്ട്. നമ്മൾ വെറുതെ ഓണായി കഴിഞ്ഞാൽ ഇത് കത്തത്തില്ല. ചാർജ് ചെയ്ത് ഒന്ന് ഓഫ് ചെയ്യുമ്പോൾ ജസ്റ്റ് കത്തും, അപ്പം തന്നെ ഓഫായി പോകും. ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ്. ഇത് ഇപ്പോഴത്തെ എന്താ പറയുക, ഇപ്പോഴത്തെ LED എമർജൻസികളിൽ കൂടുതലായിട്ടും വരുന്നൊരു കംപ്ലയിൻ്റാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ബാറ്ററിയിൽ വോൾട്ടേജ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ബാറ്ററി വോൾട്ടേജ് 10 വോൾട്ടിലുള്ളത്. 6 മുകളിൽ വോൾട്ടേജ് ഉണ്ട്, 6 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡിലാണ് കംപ്ലയിൻറ്റ് കിടക്കുന്നത്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് നമ്മൾ സോൾവ് ചെയ്യണം. ഒരു കാര്യം ചെയ്യും, ബോർഡ് അഴിക്കാം. എന്താണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈ ബോർഡിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. വളരെ ചെറിയ സർക്യൂട്ടും വളരെ ചെറിയ കമ്പോണൻറ്റുകളും ഉള്ളൂ. പിന്നെ സ്വിച്ചിങ് സെക്ഷൻ ആയിരിക്കണം കംപ്ലയിൻറ്റ് വരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി, ഫസ്റ്റ് നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം. സ്വിച്ച് ക്ലീൻ ചെയ്യാം. സ്വിച്ച് നമുക്ക് അല്പം സ്വിച്ച് ക്ലീനിങ് ഓയിൽ ഇതിലൊഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് മിസ്സിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരാം. നമ്മൾ സ്വിച്ച് ക്ലീൻ ചെയ്തു. പിന്നെയുള്ളത് സ്വിച്ചിൻ്റെ പിന്നുകൾ നമുക്കൊന്ന് ഡ്രൈ സോൾഡർ ചെയ്യണം. ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സോൾഡറിങ് ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംഭവിക്കുക. ഇങ്ങനെയൊക്കെ
വളരെ മൈന്യൂട്ട് സ്വിച്ചാണ്. വേറെ ഇവിടെ എന്തെങ്കിലും ഡ്രൈ സോൾഡറിങ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് നോക്കണം. ഈ LED ഔട്ട്പുട്ട് പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലേക്ക് പോകുന്ന കറണ്ട് വരേണ്ടത് ഈ സ്വിച്ചിൻ്റെ ഇവിടെ നിന്നാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഇവിടെ കുറച്ച് ട്രാൻസിസ്റ്ററും കാര്യങ്ങളും സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് സോൾഡർ ചെയ്യുക. ഫുൾ SMD ആണ്, വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഏതെങ്കിലും റെസിസ്റ്റൻസ് ഹീറ്റായിട്ട് എന്തെങ്കിലും കോണ്ടാക്റ്റ് വിട്ടിട്ടൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള SMD കമ്പോണൻറ്റുകളിലും ജസ്റ്റ് ഒന്ന് റീസോൾഡറിങ് ചെയ്യുന്നത്. ചെറുതായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിന്നെ നമ്മൾ ബാറ്ററി ചാർജ് പോകുന്ന വഴി ഈ പിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക. അതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒന്നും കൂടി ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അത് കത്തി നിൽക്കുന്നുണ്ട്. അത് ചാർജിങ് ചെയ്ത് ഓൺ ഓഫ് ആക്കിയതാണ്. ഇത് ഇപ്പോൾ ഓഫ് ആവുന്നില്ല എന്നുള്ള അവസ്ഥയിലോട്ടാണ് വന്നിരിക്കുന്നത്. അതിനുള്ള കാരണം നമ്മൾ നോക്കണം. വളരെ മൈന്യൂട്ട് ലീക്കേജുകളൊക്കെ എവിടെയും സംഭവിക്കുന്നുണ്ട്. ഹൈലിടുമ്പോൾ കത്തുന്നുണ്ട്. ഇതിൽ ഓഫ് ചെയ്താൽ അതെ, ഈ ഓഫ് ബട്ടണിലേക്ക് ഇടുമ്പോൾ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്യും. ഈ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം. നമുക്ക് ഒന്നും കൂടെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് സ്വിച്ചിൻ്റെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ഒന്നും കൂടി നമുക്ക് പരിശോധിക്കണം. സോൾഡറിങ് ഇഷ്യൂ എന്തെങ്കിലും ലീക്കേജ് വരാനുള്ള കാരണം ഇപ്പോൾ കൂടി ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് ചൂടാക്കിയപ്പോൾ സംഭവം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓഫ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, സംഭവം സെറ്റാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഡ്രൈ സോൾഡർ പോലത്തെ സംഭവങ്ങൾ ആയിരുന്നു ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ വളരെ നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഒരു 10-20 മിനിറ്റിന് മുകളിലായി ഈ സാധനം ഇങ്ങനെ തന്നെ വെച്ചിട്ട് വളരെ നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റാണ്. ഇപ്പോൾ കത്തി നിൽക്കുന്നുണ്ടോ, നേരത്തെ പോലെ ഓഫായി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ എമർജൻസിയുടെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കംപ്ലയിൻറ്റ് വലിയ കാര്യമായിട്ട് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായില്ല. ചെറിയൊരു ഇപ്പം നോർമലി എല്ലാ വീടുകളിലും ഈ തണുപ്പ് കാലത്തൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നത് സ്വിച്ച് റസ്റ്റ് ആയിട്ടുള്ള ഇതായിരുന്നു. സ്വിച്ച് ക്ലീനിങ് ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റ് ചെയ്തപ്പം എല്ലാം ഓക്കെ ആയി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ വേണ്ടി നമുക്ക് അടുത്ത ദിവസം സന്ധിക്കും വരെ വണക്കം.